കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഫേസ്ബുക്കിൽ കണ്ടൊരു വീഡിയോ ആണ്. ഞാൻ അതിലൊരു ക്ലാരിറ്റി എനിക്ക് ഒട്ടും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ആ വീഡിയോ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. ഡ്രാമ ആർട്ടിസ്റ്റ്, കുറച്ച് ഡ്രാമ ആർട്ടിസ്റ്റുകൾ, അതിൽ മെയിലും ഫീമെയിലും എല്ലാവരും ഉണ്ട് കേട്ടോ. അവർ മൊത്തത്തിൽ അവരുടെ അസോസിയേഷൻ, എനിക്ക് തോന്നുന്ന ഒരു പ്രൊട്ടസ്റ്റ്, ഒരു പ്രതിഷേധം, മഴവിൽ മനോരമേൻ്റെ ഓഫീസിലേക്ക് ബാനറൊക്കെ പിടിച്ച് അവർ ജാഥയായിട്ട് മുദ്രാവാക്യമൊക്കെ വിളിച്ച് പോവാണ്. പക്ഷെ അതിലെവിടെയും എന്താ പറയുക, ഏത് സ്കിറ്റിലാന്നുള്ളത് അവർ പറയുന്നില്ല. അതെനിക്ക് എനിക്ക് അതാണ് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നത്. മഴവിൽ മനോരമയിലെ ഒരു ചിരി ബമ്പർ ചിരി സീസൺ 2 എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ ഒരു സ്കിറ്റ് കളിച്ചു. ആ സ്കിറ്റിനകത്ത് ഡ്രാമ ആർട്ടിസ്റ്റുകളായ ലേഡീസിനെ വളരെ മോശമായ രീതിയിൽ അവർ ആ സ്കിറ്റിൽ കാണിച്ചു എന്നുള്ളതാണ് എനിക്ക് പൊതുവെ ആ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായത്, ഇവരുടെ ഈ ഒരു പ്രതിഷേധ വീഡിയോ കണ്ടപ്പോൾ. ആൻഡ് ബൈ ദ വേ, ഞാൻ ഈ പറഞ്ഞ ചാനലിനകത്ത്, ആ ഷോവിനകത്ത് അങ്ങനെ ഒരു സ്കിറ്റ് തപ്പിയപ്പോൾ കുറേ ഇത് നോക്കിയാണ്, എപ്പിസോഡ്സ് എടുത്ത് നോക്കി. സീസൺ 2 എനിക്ക് അങ്ങനൊരു സ്കിറ്റ് കാണാൻ പറ്റിയില്ല. മേ ബി റിമൂവ് ആയതായിരിക്കാം. കാരണം ചുമ്മാ ഇവരാരും ഈ പറഞ്ഞ പോലെ വെയിലത്ത് പ്രതിഷേധമായിട്ട് പോവില്ലല്ലോ. സോ അവർക്ക് അത്രയും ഹേർട്ട് ആവുന്ന രീതിയിൽ എന്തോ ഒരു സ്കിറ്റ് ഉണ്ടായിരുന്നു. അതെ, ഇവർക്ക് ഹേർട്ട് ആവുന്ന ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത് ഡ്രാമ ആർട്ടിസ്റ്റുകൾക്ക് പഴയ പോലുള്ള ഒരു വാല്യൂ സൊസൈറ്റിയോ അല്ലെങ്കിൽ ബാക്കി സിനിമാക്കാരോ കൊടുക്കുന്നില്ല എന്നുള്ളൊരു പ്രശ്നവും, അതിലേറെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പെർട്ടിക്കുലർ ഷോന്റെ ജഡ്ജിങ് പാനലിൽ മഞ്ജു പിള്ള ഒരു സ്ട്രോങ് നാടക ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ലെഗസി ഉള്ള ഒരു ഫാമിലിയിൽ നിന്ന് വരുന്ന ഒരാൾ ഇത്രയും മോശമായ രീതിയിൽ അവരുടെ മുന്നിൽ ഒരു സ്കിറ്റ്, നാടക നടിമാരെ കുറിച്ച് മോശം പറഞ്ഞൊരു സ്കിറ്റ് കളിച്ചിട്ട് അവർ ചിരിച്ചതിന് അപ്രീഷിയേറ്റ് ചെയ്തു എന്നുള്ളൊരു, അതൊരു പ്രശ്നമുണ്ട്. എന്താണ് ആ ചേച്ചിമാർ പറയുന്ന കാര്യങ്ങൾ നോക്കാം. മഴവിൽ മനോരമ എന്ന ചാനലിൽ ഞാനും പങ്കെടുത്തിട്ടുണ്ട്, സ്കിറ്റിലൊക്കെ ഞാനും പങ്കെടുത്തിട്ടുണ്ട്. ഒരു കോമഡി സ്റ്റാർസ് വർക്ക് ചെയ്യുന്ന ഒരാൾ തന്നെയാണ്. പക്ഷേ എനിക്ക് ഇവരോട് ചോദിക്കാനുള്ളത്, മഴവിൽ മനോരമയുടെ സ്കിറ്റ് ചെയ്യുന്ന പ്രഗത്ഭരായ നടീനടന്മാരോട്, അല്ലെ ഈ പറഞ്ഞ ഈ കഥാപാത്രം, അല്ലെ ഈ സ്കിറ്റ് ചെയ്തവരോട് ചോദിക്കാനുള്ളത്, നാടക നടിമാരെന്ന വാടകയ്ക്ക് ഗർഭപാത്രം മറ്റുള്ളവർക്ക് മക്കളെ ഉണ്ടാക്കാൻ കൊടുക്കുന്നവരാണോ? ആണോ? നിങ്ങൾക്ക് എന്തറിയാം നാടക കലാകാരന്മാരെ കുറിച്ച്? നാടക കലാകാരന്മാരല്ല നാടക പ്രവർത്തകർ പറയുന്ന ഒരു ഡയലോഗെങ്കിലും നിങ്ങൾ പറയുവാണെങ്കിൽ, നിങ്ങൾ പറയുന്ന ജോലി ഞങ്ങൾ ചെയ്യും. പക്ഷേ ഈ സിനിമയിലും സീരിയലിലും ഒക്കെ അഭിനയിക്കുന്നവരും വേറുള്ളവരുടെ ശബ്ദത്തിലാണ്. അതേസമയം നമ്മൾ പോകുന്നതോ ലൈവായിട്ട് നമ്മുടെ ശബ്ദത്തിലാണ്. അത് നമ്മൾ പറയുന്ന ഏതെങ്കിലും ഒരു രീതിയിൽ ഇവർക്ക് പറയും. ഏത് അഭിനയ മേഖല ആയിക്കോട്ടെ, ഏതും ആയിക്കോട്ടെ, പക്ഷേ നാടകക്കാർക്കാണ് കിടക്കപ്പുറതി ഇല്ലാത്തത്. നാടക നടന്മാർക്കും ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി ഒരു നാടക നടനോ നടിയോ അല്ലെ വേറെ ആരും സംസാരിച്ചുകൊണ്ടിരുന്നു ഉടനെ അവിടെ അവിഹിതമാണ്. പക്ഷേ ഈ സിനിമ സീരിയൽ ഫീൽഡിൽ നടക്കുന്ന അവിഹിതം പോലെ മറ്റ് നാടക പ്രവർത്തകർക്കിടയിൽ നടക്കുന്നുണ്ടോ? ഉണ്ടോ? പക്ഷെ നമ്മുടെയൊക്കെ മക്കളെന്ന് പറയുന്നത് നമ്മുടെ അച്ഛന്മാരുടെ, അത് നമ്മുടെ ഭർത്താക്കന്മാരുടെ തന്നെയാണ്. ഇവരാണോ തീരുമാനിക്കുന്നത്? ഇതുപോലുള്ള ലോക്കൽ സ്കിറ്റുകൾ ചെയ്യുന്ന ഇവരാണോ തീരുമാനിക്കുന്നത്? ചിരിക്കാൻ വേണ്ടി എന്തും ചെയ്യാം, എന്തും പറയാം എന്ന് കാണുന്ന ഇവരുടെ ഈ ഇവരുടെ അതെന്താ പറയേണ്ടതെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. ഒരു നാടക നടിയെക്കുറിച്ച് ഇവർക്ക് പറയാൻ എന്ത് യോഗ്യതയാണുള്ളത്? പ്രത്യേകിച്ച് മഞ്ജു പിള്ള ചേച്ചി ആ സമയത്ത് ജനിച്ചിട്ടുണ്ടോ എന്ന് പോലും അറിയത്തില്ല. അദ്ദേഹത്തിൻ്റെ മഞ്ജു ചേച്ചിയുടെ അപ്പൂപ്പൻ നാടകം കളിക്കുമ്പം ഒരു നാടക തറവാട്ടിൽ നിന്ന് ജനിച്ചു വന്ന ഒരു ചേച്ചി ഇതേക്കുറിച്ച് ഒരു വല്ലാത്ത രീതിയിൽ സംസാരിക്കുമ്പോൾ, സ്ത്രീകളുടെ വസ്ത്രത്തെക്കുറിച്ചായാലും അടിവസ്ത്രത്തെക്കുറിച്ചായാലും സംസാരിക്കും. ഇങ്ങനെ അട്ടഹസിച്ച് ചിരിക്കാൻ മാത്രം എന്ത് സ്കിറ്റാണ് ഇവിടെ ഉള്ളത്? എന്ത് കോമഡിയാണുള്ളത്? അതുകൊണ്ട് എനിക്ക് മഴവിൽ മനോരമ ചാനലുകാരോട് പറയാനുള്ളത്, ദയവ് ചെയ്ത് നാടക നടന്മാരുടെ നെഞ്ചത്തോട്ട് കയറാനായിട്ട് വരരുത്. വന്നാൽ നിങ്ങൾക്ക് ഇതിന്റെ പ്രത്യാഘാതം വളരെ ദോഷകരമായിട്ട് തന്നെ വന്ന് സംഭവിക്കും. ഓക്കെ, അപ്പോൾ ചേച്ചി പറഞ്ഞതിൽ നിന്ന് മനസ്സിലാവുന്നത്, നാടക നടിമാരുടെ ഈ അവിഹിത ബന്ധം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്കിറ്റ് കളിച്ചതാണ് എന്നാണ് അവർക്ക് അത്രയും ഹേർട്ടായിട്ടുള്ളത്. അവർ പറയുന്ന ഒരു കാര്യം വളരെ കറക്റ്റാണ്. ഈ സ്കിറ്റ് പ്രോഗ്രാമിൽ അവതരിപ്പിക്കുന്ന സ്കിറ്റുകൾ നിങ്ങൾ എടുത്തു നോക്കിക്കോ, അതിൽ ഈ നാടകക്കാരെ കളിയാക്കുന്ന രീതിയിലുള്ള ഭയങ്കരമായ സാധനങ്ങളുണ്ട്. പക്ഷെ എവിടെയും ഈ സിനിമാക്കാരുടെ അവിഹിതം, അവരുടെ മറ്റേ പരിപാടിനെ കുറിച്ചിട്ടൊന്നും സ്കിറ്റോ, അത് പേടിയാണ്. കാരണം അത് സ്കിറ്റ് അവതരിപ്പിച്ച നാളെ സിനിമയെ ചാൻസ് കിട്ടിയില്ലെങ്കിലോ എന്നുള്ള പേടി കാരണമായിരിക്കും സിനിമയ്ക്ക് എത്തുക എന്നുള്ളതായതുകൊണ്ട് സിനിമാക്കാരെ തൊടാൻ ശേഷം പേടിയായിരിക്കും. ഇവരെ വിചാരം നാടകം കാലം കഴിഞ്ഞല്ലോ, ഇനിയിപ്പോൾ അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ എന്നുള്ളത് കൊണ്ട് അവർ ചാഞ്ഞ് നടക്കണം, ആരാണ് ഓടി കയറാന്ന് വിചാരിച്ചിട്ട് അവതരിപ്പിക്കുന്നതായിരിക്കാം. ഇനിയിപ്പോൾ ഈ ഒരു ഷോനകത്ത് ഇങ്ങനെ ഒരു സ്കിറ്റ് അവതരിപ്പിച്ചു, അതിൽ ഭയങ്കര പ്രതിഷേധം ഇവർക്ക് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ വളരെ മാന്യമായിട്ട് ചാനലിൻ്റെ ഭാഗത്തുനിന്ന്, ജഡ്ജസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു സോറി, അല്ലേ, അതൊരു വളരെ നല്ല കാര്യമാണ്. കാരണം ഇവർ ഇത്ര പ്രതിഷേധമായിട്ട് അവിടെ ചെല്ലണം എന്നുണ്ടെങ്കിൽ അവർക്ക് അത്രയും ഹേർട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. അവർ ഓഫീസിലേക്ക് ഇത്രയും വെയിലത്ത് അവർ ആ ബാനറും പിടിച്ച് അവരവിടെ ശക്തമായ പ്രതിഷേധം നടത്തണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് അവർക്ക് അത്രയും ഹേർട്ടായതുകൊണ്ട് തന്നെയാണ്. അപ്പം അത് എന്താ പറയുക, അത് ചാനലിൻ്റെ ഭാഗത്തുനിന്ന് അവർ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യേണ്ട ഒരു ഇഷ്യൂ ആണ്.
അത് അഡ്രസ്സ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ആൻഡ് ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ സിനിമയാണെങ്കിലും തുടക്കം നാടകത്തിൽ നിന്നാണല്ലോ. എത്ര പേരുണ്ട് നാടകത്തിൽ വന്ന സിനിമയിൽ സിനിമയിലെ ലെജൻസ് ഒക്കെ മൺമറിഞ്ഞു പോയ ലെജൻസ് ഒക്കെ നാടകത്തിൽ. ഞാനൊക്കെ ഇപ്പോഴും ഭയങ്കരമായിട്ട് എനിക്ക് ആ ഒരു ഫീലിംഗ് ഉണ്ട്. നമ്മളെ കാലഘട്ടത്തിൽ നമുക്കൊരു നാടകം കാണാനുള്ള ഒരു ഭാഗ്യമൊന്നും ഉണ്ടായിട്ടില്ല അല്ലേ. നമുക്ക് അങ്ങനെ ഒരു സ്റ്റേജ് പ്രോഗ്രാം നാടകം ഇപ്പോൾ പണ്ട് കാലത്ത് ഏതെങ്കിലും അമ്പലപ്പറമ്പിൽ ഒരു നാടകം കാണുക എന്നല്ലാതെ അതും തട്ടുകൂട്ട് നാടകങ്ങളായിരിക്കും. ഒരു പ്രൊഫഷണൽ നാടകത്തെ സംസ്കൃത നാടകം കളിച്ച് ഭയങ്കര, കാരണം നമുക്കൊരു പ്രൊഫഷണൽ നാടകം കാണുക, അതിന്റെ ഒരു ആംബിയൻസ് എന്താ, അതിന്റെ ഒരു വികാരം എന്താന്നുള്ളത് നമുക്ക് അറിയില്ല. സീരിയസ് ആയിട്ട് വൈബാന്നൊക്കെ പറഞ്ഞു കേട്ടൊരു അറിവേ ഉള്ളൂ. അപ്പൊ ഇപ്പത്തെ ജനറേഷനിലുള്ളവർക്ക് ഇവരുടെ ഒരു എഫേർട്ട് എത്രത്തോളം, കാരണം മൈക്കൊന്നും ഇല്ലാത്ത സമയത്ത് അല്ലെങ്കിൽ ഒറ്റ മൈക്ക് തൂക്കിയിട്ട സമയത്ത് അത്രയും ഒച്ചത്തിൽ സംസാരിച്ച് അവരുടെ ഒരു എഫേർട്ട്. അത് പിന്നെ ഈ പറഞ്ഞ പോലെ രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരമൊക്കെ ഇവർക്ക് നാടകം 3ഉം 4ഉം കളിയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അത്രയും എഫേർട്ട് എടുത്ത് ഒരു കാലഘട്ടം മൊത്തം അങ്ങനെ ആളുകളെ കയ്യിലെടുത്തിരുന്ന ഈ നാടകത്തിലൂടെ പൊളിറ്റിക്സ് വരെ ഭയങ്കരമായിട്ട് അല്ലേ, പൊളിറ്റിക്സ് വരെ ഭയങ്കരമായിട്ട് പറഞ്ഞ സമയങ്ങളുണ്ട്. റീടേക്ക് ഇല്ല, കട്ടില്ല, എഡിറ്റ് ഇല്ല, സിനിമയൊന്നുമല്ലല്ലോ, നാടകമല്ലേ. നമ്മളെ എന്താ പറയാ, മറ്റേ ബലികുടീരങ്ങൾ, ആ പാട്ട്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. അപ്പൊ പിന്നെ നാടകക്കാരെ അത്ര എന്താ പറയാ കളിയാക്കലുകളൊക്കെ എല്ലാ ഫീൽഡിലും എല്ലായിടത്തും ഉണ്ടാവും. പക്ഷെ പറ്റ പുച്ഛിച്ച് വിട്ട് കഴിഞ്ഞാൽ ഇതേപോലുള്ള ഭയങ്കര സങ്കടം തോന്നി. കാരണം ഒരു 2-2.5 മണിക്കൂർ നമ്മൾ വേർപ്പും ലൈറ്റിൻ്റെ ചൂടും പ്രകൃതിയുടെ ചൂടും ഒക്കെ കൂടി, ഉറക്കമില്ലായ്മയും ഭക്ഷണമില്ലായ്മയും ഒക്കെ കൂടി നമ്മുടെ ആരോഗ്യസ്ഥിതി തന്നെ ഓരോ വർഷവും വല്ലാത്തൊരവസ്ഥയിലേക്കാണ് പോണത്. അതിൻ്റെ കൂടെ നമ്മുടെ മക്കളുടെ അച്ഛന്മാരെ തീരുമാനിക്കുന്നത് ഇപ്പോൾ മഴവിൽ മനോരമയിലെ കോമഡി പരിപാടികളാണ്. അപ്പോൾ നമുക്കത് അവരോട് തന്നെ ചോദിച്ചറിയണ്ടേ, നമ്മുടെ മക്കളുടെ അച്ഛന്മാരാരാണെന്ന് അവർ തന്നെ പറഞ്ഞു തരട്ടെ. അപ്പം ഞാൻ അതിനാണ് എൻ്റെ കൊച്ചിനെയും കൊണ്ട് വന്നേക്കണത്. എനിക്കത് അറിയണം. ഞാൻ നാടകം കൊണ്ട് മാത്രം ജീവിച്ചിരുന്ന ഒരാളാണ്. എൻ്റെ കുടുംബം നോക്കണത് ഞാനാണ്. 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തൊട്ട് നാടകത്തിന് ഇറങ്ങിയതാണ്. ഇപ്പം ഞാൻ 40ലേക്ക് കടക്കാറായി. അതിൽ 7 വർഷമായിട്ട് ഞാൻ നാടകത്തിന് പോകുന്നില്ല. കാരണം എനിക്കൊരു കുഞ്ഞുണ്ടായിരുന്നില്ല. അതിന് വേണ്ടി ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് ഞാൻ നിർത്തിയത്. ഇങ്ങനെ നാടക മേഖലയിൽ നിന്ന് എല്ലാവരും കുട്ടികളുണ്ടാക്കി തരുമെങ്കിൽ നമ്മൾ പിന്നെ എന്തിനാ അതിനു വേണ്ടി വീട്ടിലിരുന്നത്? ഇപ്പം ഈ കഴിഞ്ഞ ദിവസം ചാനലിലല്ല ഫേസ്ബുക്കിലൂടെ ഇങ്ങനെ ഒരു വീഡിയോ കണ്ടപ്പോൾ 3 നാടക നടിമാരെ കാണാനുള്ള ആഗ്രഹം കൊണ്ട് അച്ഛനെ 3 സ്ഥലത്തേക്ക് കൊണ്ടുപോയപ്പോൾ അവിടെ 3 സ്ഥലത്തും ഒരേപോലുള്ള മക്കളുണ്ടായി എന്ന് പറയുമ്പോൾ 3 സ്ത്രീകളും ഈ ഒരാളിന് വേണ്ടിയിട്ടാണോ കാത്തിരുന്നത്? അങ്ങനെയാണെങ്കിൽ ഈ ലോകത്ത് ആണുങ്ങളില്ലാണ്ട് വരണമല്ലോ. അങ്ങനെയല്ല. അപ്പോൾ ചാനലുകാർ അവിടെ ഇരുന്ന ജഡ്ജ്, പ്രത്യേകിച്ച് മഞ്ജുപിള്ള, ഒന്ന് പറയാമായിരുന്നു. നിങ്ങൾ നടിമാരെ എടുത്തങ്ങനെ പറയേണ്ട കാര്യമില്ല, ആക്ഷേപിക്കേണ്ട കാര്യമില്ല. അവർ അന്നത്തിന് വക കണ്ടെത്തുന്നവരാണെന്നൊരു വാക്ക് ഒരു മറുപടി പറയായിരുന്നു. പകരം അവർ ആർത്തലച്ച് ചിരിക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഡെഫിനറ്റ്ലി അവരവരുടെ വിഷമമാണ് അവർ പറയുന്നത്. മഞ്ജുപിള്ളയുടെ ഒരു ഇഷ്യൂ തന്നെയാണ് അവർക്ക് മെയിനായിട്ട് അവർക്ക് ഒരു സങ്കടമായിട്ട് വരുന്നത്. പിന്നെ വേറെ സീനുണ്ട്. ഈ സ്കിറ്റ് പ്രോഗ്രാംസിനാണെങ്കിലും ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, കുറേയൊക്കെ പണ്ട് നാടകങ്ങൾ ചെയ്തിരുന്ന ആളുകളാണ് ഇപ്പോൾ സ്കിറ്റുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ റിയാലിറ്റി ഷോൻ്റെ ഒക്കെ ഭാഗമായിട്ട് ഏറ്റവും കൂടുതൽ പോകുന്നതും. ഞാൻ കണ്ടൊരിത് വെച്ചിട്ട് അങ്ങനെയാണ്. കാരണം സിനിമയിലേക്കുള്ള ചാൻസ് ആഗ്രഹിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു റെമ്യൂണറേഷൻ, അവർക്കൊരു സ്റ്റേജാണ്, റെമ്യൂണറേഷൻ കിട്ടണം. ഒന്നാമത് എന്താ പറയുക, നാടകക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ട ഒരു പ്രാതിനിധ്യം ഇപ്പൊ നമുക്ക് നമ്മുടെ നാട്ടിൽ കിട്ടുന്നില്ല. ആ ഒരു വിഷമം എന്തായാലും എല്ലാ ആൾക്കാരുടെ ഉള്ളിലും ഉണ്ടാവും. ഒരു കാലഘട്ടം ഫുൾ അവരെ കയ്യിലേ. അതെ. അപ്പൊ പിന്നെ പ്രത്യേകിച്ച് അവരെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലുള്ള സംഭവങ്ങളാകുമ്പോൾ അത് വല്ലാതെ ഹേർട്ട് ചെയ്യും. കാണാനും വ്യൂവർഷിപ്പ് ഉള്ളതും ചിരിക്കാൻ അല്ലാതെ വേറെ എന്തെങ്കിലും വെച്ചാൽ ചിരിക്കാം. ഒരു സ്കിറ്റ് രസം വൾഗർ കോമഡീസ് അടിക്കുക എന്നുള്ളതാണ് മെയിൻ പരിപാടി. അതിലിപ്പോ നമ്മൾ തന്നെ പറയുന്നുണ്ട്, ചില സ്കിറ്റുകളിലൊക്കെ അട്ടർ ബോഡി ഷെയ്മിങ്ങും ഡബിൾ മീനിങ്ങും ഇട്ട് കളിക്കുന്ന പരിപാടികൾ ഒരു പരിധി വരെ എല്ലാം ഓക്കെയാണ്. ഒരു പരിധി വിട്ട് കഴിഞ്ഞാൽ ഇതേപോലുള്ള റിയാക്ഷൻസ് എന്താണെങ്കിലും വരും. ഇവരിതിന്റെ ഭാഗമായിട്ട് ഈ പറഞ്ഞ മഞ്ജുപിള്ള ചിരിക്കുന്നതിന് മഞ്ജുപിള്ളക്ക് ചീത്ത പറയുന്ന രീതിയിലുള്ള ഇവരൊരു നാടകം പോലുള്ള സംഗതി അവിടെ കളിച്ചിട്ടുണ്ട്. അതാ എന്റെ അച്ഛനെ 3 നാടക നടികളെ കാണാനായിട്ട് ഭയങ്കര ആഗ്രഹമായിരുന്നേ. അങ്ങനെ ഞാനും എന്റെ അച്ഛനും കൂടി തൃശ്ശൂര് പോയി, ചാത്തല പോയി, ഗുരുവായൂര് പോയി. അത്ഭുതം എന്ന് പറയട്ടെ, അവിടെ ചെന്നപ്പോ അവിടെ എന്റെ മുഖമുള്ള 3 മക്കൾ. എന്റെ വീട് തിരുവനന്തപുരത്താണ്. പക്ഷെ എന്റെ അച്ഛന് തിരുവനന്തപുരത്ത് വീടില്ല, അച്ഛന്റെ ഹെഡ് ഓഫീസാ.
ജീവിതം വെച്ചോണ്ടോ നിങ്ങൾ ഈ കളിക്കണം? നല്ല കോമഡിയല്ലേ അവര് പറഞ്ഞത്? അവര് നല്ല കോമഡിയല്ലേ പറഞ്ഞത്? അവര് 3 നടികളെ അന്വേഷിച്ചു പോയെന്ന് പറഞ്ഞു. നിങ്ങളൊരു കലാകാരിയല്ലേ? ഇത്ര നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ, വളരെ വൃത്തിക്ക് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോ ഒരു ഡ്രാമയാണ് അവർ ചെയ്യണ വെച്ചപ്പോൾ ആ പ്രതിഷേധ ആ ഡ്രാമയെ പോലും നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പൊ ദയവ് ചെയ്തിട്ട് എന്ത് ചെയ്യാ, ഇതിനൊക്കെ മോണിറ്റർ ചെയ്യാനും കാര്യത്തിനൊക്കെ ആളുകൾ കാണും. ഇപ്പോൾ ഒരു സ്കിറ്റ് പ്രിപ്പയർ ചെയ്തിട്ട് ഒരാളുടെ മുന്നിൽ ഷോ ഡയറക്ടറിന്റെ മുന്നിൽ കൊടുത്ത് ആ ഷോ ഡയറക്ടർ അത് നോക്കി, പ്രോഗ്രാം കോർഡിനേറ്റർ അത് നോക്കി, അത് പാസ്സാക്കി അത് കളിക്കാന്നൊക്കെ പറഞ്ഞതിന് ശേഷമാണ് ഒരു സംഗതി സ്കിറ്റ് ഇവർ ഒരു എപ്പിസോഡായിട്ട് മുന്നിൽ കൊണ്ടുവരുന്നതെന്നാണ് എൻ്റെ ഒരു 2-3 സ്കിറ്റ് എന്തായാലും പ്രിപ്പയർ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ഒരു ടോപ്പിക് കൊടുക്കും, അല്ലെങ്കിൽ സ്കിറ്റ് അവർ കാണെങ്കിലും ലൈവ് ഒന്നല്ല, സംഭവങ്ങൾ വരുമ്പോ അവർക്ക് സ്റ്റോപ്പ് ചെയ്യിപ്പിക്കാവുന്നതേ ഉള്ളൂ. അല്ല, അപ്പൊ അത് കാണുന്ന ആളുകൾക്കെങ്കിലും ഒരു മിനിമം കോമൺ സെൻസ് വെക്കണം. ഓക്കെ, ഇത് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പ്രശ്നം വരാം, അല്ലെങ്കിൽ ഇതൊരു ലിമിറ്റിൽ കൂടുതലുണ്ട് എന്ന് തോന്നണം. അപ്പൊ എന്താണെങ്കിലും ഇതില് ചാനൽ എനിക്കറിയില്ല ഇതിനൊരു ഫോളോ അപ്പ് ഉണ്ടാവോ ഇല്ല എന്നുള്ളത്. ഉണ്ടായാൽ നല്ലതല്ലേ. 8 ദിവസം മുമ്പാന്ന് തോന്നുന്നുണ്ട് എനിക്ക്, പ്രിസൈസ് 20 ദിവസമായി. എന്താണ് എന്തെങ്കിലും ഫോളോ അപ്പ് ഉണ്ടെങ്കിൽ നമ്മളത് അറിഞ്ഞാൽ നിങ്ങളെ അറിയിക്കാം. ഓക്കെ.